കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാന്ദിനി അവിനാശിനും സുഭാഷേട്ടനുമുള്ള ഭക്ഷണവുമായിട്ട് സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കോള് വരികയാണ് അവിനാശിന്. അവിനാശ് പെട്ടെന്ന് അവിടെ നിന്നും മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇതേ സമയം സുഭാഷേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് നല്ല സ്വാദുണ്ട് ഭക്ഷണത്തിനെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചാന്ദിനിക്ക് വളരെ സന്തോഷമാവുകയാണ്. ഞാൻ ഭക്ഷണത്തിന് സ്വാദുണ്ടെന്ന് പറയുന്നത് കേട്ട് നാളെ മുതൽ എനിക്ക് കൂടി ഭക്ഷണം കൊണ്ടുവരണ്ട കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നും വരുമ്പോൾ ഭക്ഷണവുമായിട്ടാണ് വരുന്നത്. ഇത് കേട്ട് ചാന്ദിനി പറയുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ, ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കേ, നല്ല സ്വാദുണ്ടെന്നല്ലേ പറഞ്ഞത്, ഇഷ്ടമായല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയും കറിയും നമ്മുടെ സുഭാഷിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ലെന്ന് ചാന്ദിനി പറയുന്നുണ്ട്. ഓഹോ, അപ്പോൾ നീ കഴിക്കാതെയാണോ ഞങ്ങളെ ഊട്ടുന്നത്? എന്നാൽ അവിടെ ഇരിക്കും, ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ തൻ്റെ പ്ലേറ്റിലെ ചപ്പാത്തിയിൽ നിന്നും ഒരു പീസ് എടുത്ത് ചാന്ദിനിക്ക് നേരെ കഴിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ചാന്ദിനി ആദ്യം ഒന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ അത്ഭുതത്തോടു കൂടി സുഭാഷേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത് ചാന്ദിനി? ഹലോ, ഇത് കഴിക്കാനാ പറഞ്ഞതെന്ന് സുഭാഷേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് അത് വാങ്ങിച്ച് ചാന്ദിനി കഴിക്കുകയാണ്. പിന്നീട് സുഭാഷേട്ടൻ തൻ്റെ അടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചപ്പാത്തിയും കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ സുഭാഷേട്ടൻ്റെ ഈ സ്നേഹത്തോടെയുള്ള മനോഭാവം കണ്ടിട്ട് ചാന്ദിനിക്ക് വളരെ സന്തോഷമാവുകയാണ്. അവൾ ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ സുഭാഷേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ സുഭാഷേട്ടൻ ഭക്ഷണം സാധാ കഴിക്കുന്നത് പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതേ സമയം ഓഫീസിലെ നിധിയും ദിവ്യയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥ് വരുന്നുണ്ട്. ഇവർ ചെയ്യുന്ന വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാണുവാണ്. പെട്ടെന്ന് നിധി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥിനെ കാണുന്നത്. സർ എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ വർക്ക് ചെയ്തോളൂ, നിങ്ങൾ ചെയ്യുന്ന വർക്ക് എങ്ങനെയുണ്ടെന്ന് കാണുമായിരുന്നു, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സർ, ഈ ഡിസൈന് മുഴുവനായിട്ടും ചെയ്ത് തീർത്തിട്ട് സാറിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലോ നിധി, നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഈ വർക്ക് ചെയ്തതെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ദിവ്യ പറയുന്നുണ്ട്, ഇല്ല, ഞാനിതാ ഇപ്പോൾ ജോയിൻ ചെയ്തതേ ഉള്ളൂ, 90% വർക്കും നമ്മുടെ നിധി ആത്മാർത്ഥമായി ചെയ്തതാണ്. എന്നാൽ നിധി പറയുന്നുണ്ട്, അല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ വർക്ക് തീർത്തത്. നിധി, നാളെ നമ്മുടെ പുതിയ ക്ലയൻസ് വരുന്നുണ്ട്, പ്രസൻറ്റേഷൻ അടിപൊളിയായിരിക്കണം, നീ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ലേ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, യെസ് സർ, ഞാൻ ഓക്കെ ആണ്. നിധി, തെറ്റിദ്ധരിക്കരുത്, ആ പ്രസൻറ്റേഷൻ ഇന്ന് വൈകിട്ട് എൻ്റെ മുന്നിലൊന്ന് അവതരിപ്പിക്കാമോ? അതിനെന്താ സാർ എന്ന് പറയുകയാണ് നിധി. നാളെ ഒരു 11 മണിയാവുമ്പോഴേക്കാണ് അവർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യു ക്യാരി ഓൺ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടെ നിന്നും പോകുന്നുണ്ട്. നിധിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ദിവ്യ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിധി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സിദ്ധാർത്ഥ് എന്തു പറയുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, നാളെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. നീ നന്നായിട്ട് ചെയ്യും, പിന്നെ സഹായിക്കാനായിട്ട് സിദ്ധാർത്ഥും ഒപ്പമുണ്ടല്ലോ എന്ന് പറയാണ് ദിവ്യ. ഞാനൊരു കാപ്പി കുടിക്കാൻ പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ വേണ്ട, കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, നീ പൊക്കോ എന്ന് പറയുന്നുണ്ട് നിധി. പെട്ടെന്ന് നിധിയുടെ ഫോൺ റിങ് ചെയ്യുകയാണ്. നോക്കുന്ന സമയത്ത് അത് അഡ്വക്കേറ്റാണ്. നിധി ഹലോ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ കേസിൻ്റെ ഹിയറിംഗ് നാളെയാണ്, എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് വരണമെന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. ഇത് കേട്ട് നിധിക്ക് ആകെ കൺഫ്യൂഷനാണ്. നാളെ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉള്ളതാണല്ലോ, പ്രസൻറ്റേഷനും ഉണ്ട്, എങ്ങനെ പോകുമെന്ന് പെട്ടെന്ന് ചിന്തിക്കുകയാണ്. ഹലോ എന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, മാഡം എനിക്ക് നാളെ കോർട്ടിലെത്താൻ കഴിയില്ല. ഇത് കേട്ട് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, അതെന്താ പറ്റാത്തത്? പെട്ടെന്ന് തന്നെ പോവാം, അത്രയ്ക്ക് താമസമൊന്നും ഉണ്ടാവില്ല എന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, പറ്റത്തില്ല മാഡം, എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല, എനിക്ക് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷനാണ് നാളെ, അതുകൊണ്ട് എനിക്ക് നാളെ വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ശരി എങ്കിൽ എൻ്റെ ജൂനിയറുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ, അതിനുശേഷം ഒരു പുതിയ ഡേറ്റ് ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം നിധിയും ഹരീഷും നികേഷും ഒക്കെ നേരത്തെ തന്നെ വീട്ടിലെത്തുന്നുണ്ട്. സുഭാഷേട്ടൻ അവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇന്ന് രാവിലെ മുതൽ എന്തൊരു മഴയല്ലേ? അത് ശരിയാ, ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു എന്ന് നികേഷ് പറയുന്നുണ്ട്. പെട്ടെന്നാണ് സുധീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത് കണ്ട് പെട്ടെന്ന് തൻ്റെ വാച്ചിലേക്ക് നോക്കുകയാണ് സുധീഷ്. 5 മണിയല്ലേ ആയിട്ടുള്ളൂ, എല്ലാവരും നേരത്തെ എത്തിയോ, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അത് മഴയല്ലടാ, വർക്ക് സൈറ്റിലൊന്നും ശരിക്ക് പണി നടക്കുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നതെന്ന് പറയുന്നു. അപ്പോൾ സുധീഷ് അവിടെ ചെയറിലിരിക്കുകയാണ്. എടാ ഹരീഷേ, നീ എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത്, നിനക്കും വർക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഈ മഴയത്തെ എത്രത്തോളം വർക്ക് നടക്കും, ശരിയായ വർക്കൊന്നുമില്ല, അതുകൊണ്ടാണ് നേരത്തെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ആൾ എന്തിനാ വീട്ടിലേക്ക് നേരത്തെ വന്നത്? ഞാൻ നിങ്ങളെപ്പോലെയൊന്നും അല്ല, മഴ പെയ്തു എന്ന് വെച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമൊന്നുമില്ല. ഞാൻ നിധി ഇവിടെ ഒറ്റ തനിച്ചാവുമല്ലോ, അവൾക്കൊരു കമ്പനി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നേരത്തെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴോ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഇതൊരു ചിരിയോട് കൂടിയാണ് സുധീഷ് പറയുന്നത്. എന്നാൽ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിധി അവൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുവാണ്. എന്നാൽ സുഭാഷ് ഏട്ടൻ ഹരീഷിൻ്റെയും നികേഷിൻ്റെയൊക്കെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഞാനിതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ വീട്ടിലെത്തുമെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് നിധി സുധീഷിനോട് ചോദിക്കുകയാണ്. ഇന്ന് രാവിലെ നീ നിൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത് ഞാൻ കേട്ടു, ഇന്ന് നേരത്തെ വീട്ടിലെത്തുമെന്ന്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ആഹാ, അപ്പോൾ ഒളിച്ചു നിന്ന് കേൾക്കലാന്ന് പറയും. എന്താ ഒളിച്ചു നിന്ന് കേൾക്കാനുള്ളത്? നീ ഉച്ചത്തിലല്ലേ ഫോണിലൂടെ നിൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചത്, അപ്പോൾ പിന്നെ ഞാൻ കേൾക്കില്ലേ? പ്രശ്നം വഷളാവുമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് നികേഷ് പറയുന്നുണ്ട്, മതി മതി സുധീഷ് ഏട്ടാ, നിർത്തിയേക്ക്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് സുധീഷിന് കൊടുക്കുകയാണ്. അവനത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് ഏട്ടനോട് പറഞ്ഞു, എന്താ സുഭാഷ് ഏട്ടാ, ഇന്നത്തെ കറിയിൽ എന്തോരം ഉപ്പായിരുന്നു, കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നികേഷും പറയുന്നുണ്ട്, കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, ഞാൻ ഇന്ന് കോളേജിൽ നിന്ന് വന്ന് ഉടനെ പറഞ്ഞില്ലേ ഇന്ന് ഭക്ഷണത്തിൽ കറികളിൽ ഉപ്പ് അധികമായിരുന്നു എന്ന്, ഇപ്പോൾ വിശ്വാസമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ്റെ മുഖത്ത് വിഷമമാണ്. അപ്പോൾ പെട്ടെന്ന് ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ ഹരീഷേ, നീ കഴിച്ചതല്ലേ, നീ നന്നായിട്ടിന്ന് ഭക്ഷണം കഴിച്ചല്ലോ, എന്താ കറിയിൽ ഉപ്പുണ്ടായിരുന്നോ, അധികം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, കുറച്ച് ഉപ്പ് അധികമായിരുന്നു സുഭാഷ് ഏട്ടാ. എടാ നീ എന്താ പറഞ്ഞത്, കുറച്ചെന്നോ? എടാ ഒരുപാട് ഉപ്പായിരുന്നു. ചേട്ടൻ കറിയിൽ ഉപ്പിട്ടോ അതോ ഉപ്പിൽ കറി ഒഴിച്ചോ എന്നറിയില്ല. ഇത് കേട്ട് നിധിക്ക് വിഷമാവുകയാണ്. എന്നും വളരെ സ്വാദിഷ്ടമായി ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സുഭാഷ് ഏട്ടനെ കുറ്റം പറയുന്നത് നിധിക്ക് പിടിച്ചില്ല. നിധി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു ലേശം ഉപ്പ് കറിയിൽ അധികമായെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയാനൊന്നുമില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ, നീ സുഭാഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്യണല്ലേ. എടാ നികേഷേ, എവിടെ അവളുടെ ലഞ്ച് കിറ്റ്, അതെടുക്ക്. നിധിയുടെ ലഞ്ച് കിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അവളല്ലേ ചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നികേഷ് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ലഞ്ച് കിറ്റ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അത് വളരെ ഭാരം തോന്നുന്നുണ്ട്. സുധീഷ് ഏട്ടാ, ഈ ലഞ്ച് കിറ്റേ നല്ല ഭാരം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അത് പെട്ടെന്ന് തുറന്നു നോക്കുകയാണ്. ലഞ്ച് ബോക്സ് എടുത്ത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഭക്ഷണം അങ്ങനെ ഇരിക്കുന്നു. നികേഷും സുധീഷും ചിരിക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ, നീ ഒരു വായി മാത്രമേ ഇതിന് കഴിച്ചിട്ടുള്ളൂ, ഇന്ന് നീ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ഷെയർ ചെയ്തിട്ടല്ലേ കഴിച്ചത്, സത്യം പറ നിധി എന്ന് പറയുമ്പോൾ നിധി ആകെ ചമ്മി വിളർത്തിയിരിക്കുകയാണ്. താഴേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് കറിയിൽ ഉപ്പ് അധികം ഉണ്ടായിരുന്നോ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഊണ് കഴിച്ചിട്ടില്ലല്ലോ, ഞാനിന്ന് ഹോട്ടലിൽ നിന്നല്ലേ കഴിച്ചത്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഈ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും സുഭാഷ് ഏട്ടൻ കഴിക്കുന്നില്ലേ, ഇവിടുന്ന് തന്നെയല്ലേ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ ഹരീഷ്, അപ്പോൾ അത് നിനക്ക് അറിയില്ലേ, നമ്മുടെ ചേട്ടൻ ഭക്ഷണമൊക്കെ കൊണ്ടുപോകും, പക്ഷേ അവിടെ എത്തിയാലേ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം ഇങ്ങനെ വരും, അതാ നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുവാണ്. അച്ഛൻ സുഭാഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ്റെ നാണം വരികയാണ്, ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, കണ്ടോ നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ നാണം കണ്ടോ, നിനക്കാരാടാ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം കൊണ്ടുവരുന്ന തരുന്നതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ, കുറച്ച് കാലമായിട്ട് നോർത്ത് ഇന്ത്യൻ ഭക്ഷണം തന്നെയാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, മലയാളവും ഹിന്ദിയും ഒക്കെ കൂടി കലർന്നുകൊണ്ട്. ദേ മിണ്ടാതിരിക്കടാ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്നൊന്നും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, സുഭാഷ് ഏട്ടനും ആ പെൺകുട്ടിയും ഇപ്പോഴല്ലേ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചു കാലം കഴിയട്ടെ, അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ, സുഭാഷ് ഏട്ടനെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ആരാ സുഭാഷ് ഏട്ടനെ ഫോഴ്സ് ചെയ്യുന്നത്, ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, നോക്ക് സുഭാഷ് ഏട്ടൻ്റെ ചിരി കണ്ടില്ലേ, അതിൽ നിന്നും എത്രത്തോളം താല്പര്യമുണ്ട് ഇക്കാര്യത്തിലെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് അച്ഛന് സഹിക്കുന്നില്ല.
അപ്പോൾ സുഭാഷ് ഏട്ടനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ദേ നീ ആ ഹിന്ദിക്കാരെ പെണ്ണിനെ കെട്ടാൻ പോവാണോടാ? അതിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്ന് നിധി പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്തിനാ തീരുമാനമെടുക്കുന്നത്? അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ എന്താ തീരുമാനമെന്ന് എനിക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. അവളെ കെട്ടിയാൽ എന്താ കുഴപ്പമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇല്ല, പാടില്ല. അവളൊരു ഹിന്ദിക്കാരി പെൺകുട്ടിയല്ലേ, അവളെ കല്യാണം കഴിച്ചാൽ ശരിയാവത്തില്ലടാ. നീ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് തീർത്ത് പറയാണ് അച്ഛൻ. എന്താ ശരിയാവാത്തതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ സുധീഷിന് ദേഷ്യം വരികയാണ്. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഈ വിവാഹം തന്നെ നടക്കും, എന്താ ശരിയാവാൻ പാടില്ലാത്തത്? ഒക്കെ ശരിയാവും, നിങ്ങൾ പറയുന്നത് പോലെയല്ല എന്ന് പറയുമ്പോൾ അച്ഛനും ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, ദേ ആ പെൺകുട്ടി ഒരു ഹിന്ദിക്കാരി പെൺകുട്ടിയാണ്. ആ കുട്ടി സംസാരിക്കുമ്പോൾ ഇവൻ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവരുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ വേറെയാണ്, നമ്മുടെ ആചാരങ്ങൾ വേറെയാണ്. രണ്ടും കൂടി ഒത്തുപോകുമ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ല എന്ന് തോന്നും, പിന്നീട് അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഇത് ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. സുധീഷ് അർത്ഥം വെച്ച് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അതെ, ഇവർക്ക് അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും. അച്ഛൻ സുധീഷിനെ ഒന്ന് നോക്കുന്നുണ്ട്. ദേ സുഭാഷേ, നീ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കരുത്, ഞാനാ പറയുന്നത്. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നിങ്ങളാരാ? ഇത്രയും കാലമായിട്ടും സുഭാഷ് ഏട്ടൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്? ചേട്ടന് ആ പെൺകുട്ടിയെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ആ വിവാഹം നടത്തും. നിങ്ങളുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ അച്ഛൻ സുഭാഷിനോടായിട്ട് പറയുന്നുണ്ട്, ദേ സുഭാഷേ, ഞാൻ നിന്നോടാണ് പറയുന്നത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കേ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നീ അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. സുഭാഷ് ഏട്ടാ, അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കണ്ട. സുഭാഷ് ഏട്ടൻ ധൈര്യമായിട്ട് ചാന്ദിനെ പ്രണയിക്കേ എന്ന് സുധീഷ് പറയാണ്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ്റെ നാണത്തോടെ ചിരിക്കുന്നുണ്ട്. നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് തന്നെ പോവാണ്. ഇത് കണ്ട് നിധിയും നികേഷും ഹരീഷും ഒക്കെ ചിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ മുഖത്തെ സന്തോഷവും നാണവും ഒക്കെ കണ്ടില്ലേ എന്ന് പറയാണ് സുധീഷ്. അപ്പോഴേക്കും ഹരീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഹരീഷ് ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് അവൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു. തന്ന വണ്ടി എപ്പോഴാണ് പണി കഴിഞ്ഞ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതല്ലേ നാളെ തരാൻ പറ്റത്തുള്ളൂ എന്ന്, നാളേക്ക് പണി കഴിയത്തുള്ളൂ, ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളന്ന് ഡേറ്റ് എത്രയാണ് പറഞ്ഞത്? നാളെ തന്നെയാണ് 21-ാം തീയതി. അന്ന് ഞാൻ അതേ ഡേറ്റ് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. ഇതങ്ങ് കേട്ടപ്പോഴേക്കും നമ്മുടെ സുധീഷ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. എടാ ഹരീഷേ, നാളെയാണ് 21-ാം തീയതി എന്ന് ചോദിക്കുമ്പോൾ അതെ നാളെ തന്നെയാണ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. നിധി, നാളെയാണ് 21-ാം തീയതി. സുധീഷ് പറയുന്നത് കേട്ട് നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെയല്ലേ നിധി കോർട്ടിൽ ഹിയറിംഗ് ഉള്ളത്? അന്ന് നീ അത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് ശരിയാ, നാളെയാണ് ഹിയറിംഗ്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, നാളെ എനിക്ക് വരാൻ പറ്റത്തില്ല നിധി, എനിക്ക് രാവിലെ ഒരു ഓട്ടമുണ്ട്, രാവിലെ പോയാൽ ഞാൻ വൈകിട്ടേ വരത്തുള്ളൂ, പെട്ടെന്ന് ഞാൻ വരാൻ പറ്റില്ലെന്ന് പറയാനും പറ്റത്തില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് എന്തായാലും നാളെ വരാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധിയും പറയുന്നുണ്ട്, എനിക്കും നാളെ വരാൻ പറ്റില്ല. അപ്പോൾ സുധീഷിന് സന്തോഷമാവുകയാണ്. എന്ത് പറ്റി നിധി, നിധിക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ഒന്നും അറിയാത്തതുപോലെ സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അത് എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തത് കാരണം എനിക്ക് ലീവ് എടുക്കാനും പറ്റില്ല, അതുകൊണ്ട് എനിക്ക് നാളെ പോകാൻ പറ്റില്ല. നിങ്ങൾ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അഡ്വക്കേറ്റ് പറഞ്ഞു ആരെങ്കിലും ഒരാൾ വന്നാലും കുഴപ്പമില്ലെന്ന്. ഇത് കേട്ടത് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് പോകാൻ എന്തായാലും പറ്റില്ല, നിനക്കല്ലേ ഡൈവോഴ്സ് വേണ്ടത്, അപ്പോൾ നീ പോ. ഇത് കേട്ടതും നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ സുധീഷിന് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നിധി ഒന്നും മിണ്ടുന്നില്ലല്ലോ, അപ്പോൾ എന്തായാലും അവളും പോവില്ല. നിധി തൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സുധീഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഹരീഷ് ആ ഫോൺ എടുത്ത് സുധീഷിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതാ നിൻ്റെ ഫോൺ അടിക്കുന്നെന്ന് പറയുന്നുണ്ട്. സുധീഷ് അത് നോക്കിക്കൊണ്ട്, ആ ഇത് നമ്മുടെ ഗായു ആണല്ലോ എന്ന് പറയുകയാണ്. ഇത് ഫോണ് നമ്മുടെ നിധിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇത് ഗായു ആണ് എന്ന് വീണ്ടും പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ തൻ്റെ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്.
നിധിയുടെ ഓട്ടം കണ്ടിട്ട് സുധീഷിന് ചിരി വരുന്നുണ്ട്. സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇതിനർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, എന്താ അർത്ഥം? അല്ല, നാളെ കോർട്ടിൽ ഹിയറിംഗ് നടക്കുന്ന ദിവസമാണ്, പക്ഷെ നിധി പോകുന്നില്ലെന്ന് പറയുന്നു. അതിനർത്ഥം അവൾക്ക് ഈ ഡൈവോഴ്സിന് താല്പര്യമില്ല എന്നല്ലേ? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, ചേട്ടത്തിക്ക് അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും പോവാത്തത്. ഇതങ്ങനെയല്ലടാ, അവൾക്കിപ്പോൾ എന്നോട് കുറച്ച് അടുപ്പമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിരുന്നു എങ്കിൽ ഈ ഹിയറിംഗ് ഒക്കെ ഓർമ്മിച്ച് വെച്ച് എന്നോട് പറയുമായിരുന്നു പോകണമെന്നുള്ള വിവരം. പക്ഷേ ഇതവൾക്ക് ഓർമ്മ പോലുമില്ല. ഞാൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവൾക്കും ഓർമ്മ വന്നത്. പിന്നെ ഇനി നീ നോക്കിക്കോ, അടുത്ത ഹിയറിങ്ങിനും അവൾ പോവില്ല, എനിക്കത് ഉറപ്പാ. ഈ ഡൈവോഴ്സ് വേണ്ടാന്ന് അവൾ തന്നെ തീരുമാനിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഗായത്രി വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയത്. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ചേട്ടത്തിക്ക് അത് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാം, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചേട്ടത്തിയെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എടാ അവൾക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് നമ്മൾ സ്നേഹത്തോടെ അടുത്ത് ചെല്ലുമ്പോൾ അതിനത്ര വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരിൽ നിന്നും നമ്മൾ കുറച്ച് അകന്നു പോകുന്നു എന്ന് അറിയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ വില അവൾക്ക് മനസ്സിലാകുന്നത്. അതവളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചേട്ടത്തിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി തീരെ ഇല്ലാതാവത്തല്ലേ ഉള്ളൂ. ഇതെല്ലാം എൻ്റെ പ്ലാനിങ് ആണ്, എല്ലാം വർക്കൗട്ടായി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സുധീഷിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാണ്. ഗായത്രി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് ഗായത്രി. ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ, ഞാൻ ചപ്പാത്തിയും പനീറുമാണ് കഴിച്ചത്, നിങ്ങൾക്ക് പനീർ ഇഷ്ടമാണോ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് പനീർ അത്ര ഇഷ്ടമല്ല, ഞാനങ്ങനെ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കോളേജിൽ ഇന്നൊരു സംഭവം ഉണ്ടായി, അത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. എത്ര വിളിച്ചു, നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അർജൻറ്റ് ഒരു കാര്യത്തിന് പോയിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതെന്ന് സുധീഷ് പറയുന്നുണ്ട്. പിന്നീട് ഗായത്രി കോളേജിൽ അന്ന് നടന്ന സംഭവം മൊത്തം വിശദീകരിച്ച് നമ്മുടെ സുധീഷിനെ കേൾപ്പിക്കുകയാണ്. പക്ഷേ സുധീഷിന് വളരെ ബോറായിട്ട് തോന്നുകയാണ്. സുധീഷ് തൻ്റെ ചെവിയിൽ നിന്നും ആ ഫോൺ എടുത്ത് മാറ്റി പിടിക്കുകയാണ്. സുധീഷിന് ഗായത്രിയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ നിധിയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിധി അടുത്തുള്ള സമയത്ത് വായ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത ടൈമിൽ ഗായത്രി ഒന്ന് ഫോൺ കട്ട് ചെയ്താൽ മതി എന്നുള്ള ചിന്ത മാത്രമേ അവനക്കുണ്ടാവൂ. അതുകൊണ്ട് ഗായത്രി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അതിനെല്ലാം മോള് മാത്രമാണ് സുധീഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്ന് മൂളിക്കൊണ്ടിരിക്കുന്നത്, എന്നോടൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് നിധി റൂമിൽ നിന്നും ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നത് സുധീഷ് കാണുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് സുധീഷ് ആക്റ്റീവ് ആവാണ്. പറ ഗായത്രി പറ, ഞാൻ കേൾക്കുന്നുണ്ട്. ഗായത്രി, അമ്മ വിളിക്കുമ്പോൾ നീ കോള് കട്ട് ചെയ്യരുത്, നീ കോള് കട്ട് ചെയ്തിട്ടല്ലേ എനിക്ക് വിളിക്കുന്നത്, അത്രയ്ക്കൊന്നും വേണ്ട, അങ്ങനെ അമ്മ വിളിക്കുമ്പോൾ എടുത്ത് സംസാരിച്ചാലും എനിക്കൊന്നും തോന്നില്ല എന്ന് സുധീഷ് പറയാണ്. അപ്പോൾ ഗായത്രി സോ സ്വീറ്റ് എന്ന് പറയുമ്പോൾ സുധീഷ് തിരിച്ച് പറയുന്നുണ്ട്, സോ സ്വീറ്റ് ഞാനല്ല നീയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ നിധി തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം, മുഖത്തിട്ടൊന്ന് കൊടുക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിധി പെട്ടെന്ന് തന്നെ കിച്ചണിൽ പോയി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലിൽ വെള്ളം നിറച്ചുകൊണ്ട് തിരിച്ചു വരുവാണ്. ഇതൊക്കെ കണ്ട് വളരെ സ്വീറ്റായിട്ട് തന്നെ സുധീഷ് ആ ഗായത്രിയോട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടെ റൂമിൽ കയറി ഡോറങ്ങ് നല്ല ഉച്ചത്തിൽ അങ്ങ് അടയ്ക്കുകയാണ്. പുറത്തിരിക്കുന്ന ഹരീഷ് അങ്ങ് ഞെട്ടുന്നുണ്ട്. ഹരീഷിന് മനസ്സിലായി തൻ്റെ ചേട്ടത്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ സുധീഷ് ഏട്ടൻ വളരെ ഓവറായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയ്ക്കൊന്നും വേണ്ട എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ കട്ട് ചെയ്യാണ്. പെട്ടെന്ന് ഹരീഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. കണ്ടോടാ ഹരീഷേ, അവളുടെ ദേഷ്യം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന്.